Dear students, welcome to Learner's World. In this video, I'm going to talk about Letter from Birmingham Jail by Martin Luther King Jr., FUGP, Semester 4, HCC Literature, Caltech University. Summary of Letter from Birmingham Jail. Letter from Birmingham Jail is a famous letter written in 1963 by Martin Luther King Jr. while he was in jail in Birmingham during the Civil Rights Movement. അപ്പോൾ ഇത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. 1963 ഇത് എഴുതിയിട്ടുള്ളത്. ആ സമയത്ത് അദ്ദേഹം ബെർമിംഗ്ഹാം ജയിലിലായിരുന്നു. സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ ടൈമായിരുന്നു. ഈ റോഡ് ദ ലെറ്റർ ഇൻ റെസ്പോൺസ് ടു വൈറ്റ് റിലീജിയസ് ലീഡേഴ്സ് who criticized his peaceful protest against racial segregation and said his actions were unwise and untimely. King explains his reasons for protesting and defend the use of nonviolent resistance against injustice. അപ്പോൾ ഈ ഒരു ലെറ്റർ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു രേഖയാണ്. അദ്ദേഹത്തിൻ്റെ സമരത്തെ വിവേകമില്ലാത്തൊരു പ്രവൃത്തി എന്ന് വിമർശിച്ച കുറച്ച് വെളുത്ത മതനേതാക്കൾക്ക് മറുപടിയായാണ് ഈ കത്ത് എഴുതിയത്. ഈ കത്തിലൂടെ കിങ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ തൻ്റെ സമാധാനപരമായ പ്രതിഷേധത്തിൻ്റെ ആവശ്യകതയും അനീതിക്കെതിരെ നിലകൊള്ളേണ്ട ബാധ്യതയൊക്കെ വിശദീകരിക്കുന്ന ഒരു കത്താണിത്. കിങ് ബിഗിൻസ് ബൈ റെസ്പോണ്ടിങ് ടു ദ accusation that he is an outsider interfering in Birmingham's problems. അപ്പോൾ കത്തിൻ്റെ ആരംഭത്തിൽ അദ്ദേഹം പറയുന്നത് നിങ്ങളൊരു ഔട്ട്സൈഡറാണ്, ബിർമിംഗ്ഹാമിലെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്ന വിമർശനത്തിനാണ് അദ്ദേഹം മറുപടി പറയുന്നത്. He explains that he was invited by local civil rights organizations to help in their struggles for justice. He also argues that injustice in any place affects people everywhere. According to him, all human beings are connected in a single garment of destiny. So no one can ignore injustice happening in another community. For this reason, he believes it is his responsibility to fight against racial discrimination wherever it exists. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കത്ത് തുടങ്ങുന്നത്. അതായത് നിങ്ങളൊരു ഔട്ട്സൈഡറാണ്, ബിർമിംഗ്ഹാമിലെ പ്രശ്നങ്ങൾ നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന വിമർശനത്തിന് മറുപടി പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ബിർമിംഗ്ഹാമിലെ സിവിൽ റൈറ്റ്സ് സംഘടനകളുടെ ക്ഷണം പ്രകാരമാണ് താൻ അവിടെ എത്തിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒരിടത്ത് നടക്കുന്ന അനീതി മറ്റിടങ്ങളെയും ബാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. മനുഷ്യരെല്ലാവരും ഒരേ വീതിയുടെ ബന്ധത്തിൽ ചേർന്നിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു നഗരത്തിൽ നടക്കുന്ന അനീതിയെ അവഗണിച്ച് നിശബ്ദമായിട്ടിരിക്കാൻ ഒരാൾക്കും കഴിയില്ലെന്ന് അദ്ദേഹം ഈ കത്തിലൂടെ പറയാണ്. കിങ് then explains that the civil rights movement follows a careful and disciplined process before organizing protest. First, activists collect facts to prove that injustice exists. Second, they attempt negotiation with authorities to solve the problems peacefully. Third, they prepare themselves mentally through self-purification so they can face insult, arrest, or violence without reacting with anger or violence. Finally, they take direct actions such as marches, sit-ins, and demonstrations. King explains that the black community in Birmingham tried to negotiation, but city leaders broke their promises because peaceful discussions failed. Direct action became necessary. അദ്ദേഹം പിന്നീട് പറയുന്നത് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് പ്രതിഷേധം നടത്തുന്നതിന് മുമ്പ് പിന്തുടരുന്ന 4 ഘട്ടങ്ങളെക്കുറിച്ചിട്ട് വിശദീകരിക്കുന്നുണ്ട്. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അനീതി ഉണ്ടെന്ന് തെളിയിക്കാൻ വസ്തുതകൾ ശേഖരിക്കലാണ്. പിന്നീട് അധികാരികളുമായിട്ട് ചർച്ച നടത്തി പ്രശ്നം സമാധാനപരമായിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം പ്രവർത്തകർ സ്വയം മാനസികമായി തയ്യാറെടുക്കുന്നു. അതായത് അപമാനവും ആക്രമണമൊക്കെ നേരിട്ടാലും പ്രതികാരമില്ലാതെ സഹിക്കാൻ പരിശീലനം നേടുന്നു. അവസാനമായിട്ട് നേരിട്ടുള്ള പ്രവർത്തനങ്ങളായ മാർച്ചുകൾ, സിറ്റിൻ സമരങ്ങൾ, പ്രകടനങ്ങൾ തുടങ്ങിയിട്ടുള്ള നടത്തുന്നു. ബിർമിംഗ്ഹാമിൽ ചർച്ചകൾ നടത്തിയിട്ടും നഗരത്തിലെ നേതാക്കൾ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും അതിനാലാണ് നേരിട്ടുള്ള സമരം അനിവാര്യമായതെന്നും മാർട്ടിൻ ലൂതർ കിങ് ഈ ഒരു കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്.
He also explains that the purpose of nonviolent protest is to create constructive tension in society. This tension is not meant to cause violence but to force people who ignore injustice to face the problem and discuss solutions. King compares this idea to the method of the Greek philosopher Socrates, who believed that questioning and challenging people could help them discover truth. In the same way, peaceful protests create pressure that encourages society to confront injustice. പിന്നീട് അദ്ദേഹം പറയുന്നത് സമാധാനപരമായിട്ടുള്ള സമരത്തിൻ്റെ ലക്ഷ്യം സമൂഹത്തിൽ സൃഷ്ടിപരമായിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടാക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് അക്രമം സൃഷ്ടിക്കാനല്ല, മറിച്ച് സമൂഹത്തെ അനീതിയെ നേരിട്ട് കാണാനും അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാനും നിർബന്ധിതരാക്കാനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിന് അദ്ദേഹം ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള സോക്രട്ടീസിൻ്റെ രീതിയുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. സോക്രട്ടീസ് ആളുകളെ ചിന്തിപ്പിക്കാൻ അവരുടെ മനസ്സിൽ സംഘർഷം സൃഷ്ടിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ സമാധാനപരമായ സമരവും സമൂഹത്തെ സത്യത്തെയും നീതിയെയും കുറിച്ച് ചിന്തിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. King strongly disagree with the idea that African Americans should wait for a better time to demand their rights. He explains that oppressed people have already waited for many years, and waiting often means that justice will never come. Privileged groups rarely give up their power voluntarily. The king describes many painful experiences caused by segregation, such as violence, discrimination, and humiliation. One powerful example he shares is the moment when he had to explain to his young daughter why she could not go to public amusement park because she was black. This moment shows how segregation damages the dignity and self-respect of black children and adults. പിന്നീട് അദ്ദേഹം ഇതിൽ പറയുന്നത് ആഫ്രിക്കൻ അമേരിക്കൻ ജനങ്ങൾ കുറച്ചുകൂടി കാത്തിരിക്കണമെന്ന് പറഞ്ഞ സമയത്ത് കിങ് അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. പീഡനത്തിനിരയായവർ ഇതിനകം നൂറുകണക്കിന് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കാത്തിരിക്കുക എന്നത് പലപ്പോഴും ഒരിക്കലും ലഭിക്കാത്തത് എന്നതുപോലെയാണ്. അധികാരം കൈവശമുള്ളവർ സ്വമേധയാ അത് വിട്ടുകൊടുക്കാറില്ല. വർഗീയ വേർതിരിവ് കാരണം ആളുകൾ അനുഭവിക്കുന്ന വേദനയും അപമാനവും ഒക്കെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ വിശദീകരിക്കുന്നു. ഒരിക്കൽ തൻ്റെ ചെറിയ മകളോട് ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്. ഒരിക്കൽ തൻ്റെ ചെറിയ മകളോട് അവൾക്കൊരു പൊതു വിനോദ പാർക്കിൽ പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കേണ്ടി വന്ന അനുഭവം അദ്ദേഹം പറയുന്നു. ഈ അനുഭവം വേർതിരിവ് മനുഷ്യരുടെ മാനവും ആത്മാഭിമാനവും എങ്ങനെ തകർക്കുന്നുവെന്ന് കാണിക്കുന്നുണ്ട്. The letter then discusses the difference between just laws and unjust laws. King argues that people have a moral responsibility to obey just laws, but also a responsibility to disobey unjust laws. A just law is one that is fair and respects human dignity, while an unjust law degrades people and treats them unfairly. Segregation laws are unjust because they give privileges to one group while humiliating another group. King supports this idea by referring to philosophers such as St. Augustine and Thomas Aquinas, who argued that unjust laws are not true laws. He also explained that laws imposed by a majority on a minority without allowing the minority to participate equally in making those laws are unjust. പിന്നീട് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഈ കത്തിൽ പറയുന്നത് നീതിയുള്ള നിയമങ്ങൾക്കും അനീതിയായ നിയമങ്ങൾക്കും ഉള്ള വ്യത്യാസം വിശദീകരിക്കുന്നുണ്ട്. നീതിയുള്ള നിയമങ്ങൾ മനുഷ്യരുടെ മാന്യതയെ ഉയർത്തിപ്പിടിക്കുന്നവയാണ്. അനീതിയായ നിയമങ്ങൾ മനുഷ്യരെ അപമാനിക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നവയാണ്. അതിനാൽ ആളുകൾക്ക് നീതിയുള്ള നിയമങ്ങൾ അനുസരിക്കേണ്ട ബാധ്യതയുണ്ടെങ്കിലും അനീതിയായ നിയമങ്ങളെ അനുസരിക്കാതെ സമാധാനപരമായി എതിർക്കേണ്ട ബാധ്യത ഉണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ആശയം അദ്ദേഹം സെൻറ്റ് ഓഗസ്റ്റിൻ എന്നതും തോമസ് അക്വിനാസ് എന്നതും സെൻറ്റ് ഓഗസ്റ്റിൻ തോമസ് അക്വിനാസ് പോലുള്ള തത്വചിന്തകരുടെ ആശയങ്ങളിലൂടെ പിന്തുണക്കുന്നു. വേർതിരിവ് നിയമങ്ങൾ അനീതിയുള്ളവയാണ്, കാരണം അവ ഒരു വിഭാഗത്തെ ഉയർത്തിപ്പിടിക്കുകയും മറ്റൊരു വിഭാഗത്തെ അപമാനിക്കുകയും ചെയ്യുന്നുണ്ട്. King further explains that legality does not always mean morality. He gives the example of Adolf Hitler, whose actions were legal under the Nazi government but were morally wrong. At the same time, many people who resisted injustice were considered criminals even though their actions were morally right. Through this example,
King shows that people must sometimes challenge unjust laws in order to achieve justice and protect human dignity. പിന്നീട് അദ്ദേഹത്തിൽ പറയുന്നത് നിയമപരമായിട്ട് ശരിയായത് കൊണ്ട് അത് മോറലി ധാർമ്മികപരമായിട്ട് ശരിയാവണമെന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് അഡോൾഫ് ഹിറ്റ്ലർ ഭരണകാലത്ത് ജർമ്മനിയിൽ നടന്ന പല കാര്യങ്ങളും നിയമപരമായി ശരിയായിരുന്നെങ്കിലും അവ ധാർമ്മികപരമായി തെറ്റായിരുന്നു. മറുവശത്ത് അനീതിക്കെതിരെ പോരാടിയ പലരും നിയമലംഘകരായി കണക്കാക്കപ്പെട്ടെങ്കിലും അവർ ധാർമ്മികപരമായി ശരിയായ കാര്യം തന്നെയാണ് ചെയ്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. One of the most powerful parts of the letter is King's criticism of the white moderate. He says he is more disappointed with white moderates than with openly racist group. The white moderate often claims to support equality but prefer order and peace over justice. The people ask African Americans to wait for a more convenient time to achieve their rights. King believes that this attitude delays progress and allows injustice to continue. ഈ ഒരു കത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഭാഗങ്ങളിലൊന്നാണ് വൈറ്റ് മോഡറേറ്റ്, വെളുത്ത മിതവാദികൾ എന്ന വിഭാഗത്തെക്കുറിച്ചിട്ടുള്ള വിമർശനം. തുറന്ന വംശീയവാദികളെക്കാൾ കൂടുതലായി തന്നെ നിരാശപ്പെടുത്തുന്നത് ഇവരാണെന്ന് കിങ് പറയുന്നുണ്ട്. ഈ ഒരു വൈറ്റ് മോഡറേറ്റ് ആണെന്ന്. ഇവർ സമത്വത്തെ പിന്തുണക്കുന്നു എന്ന് പറയുന്നെങ്കിലും നീതിയേക്കാൾ സമാധാനവും ക്രമവും മുൻഗണന നൽകുന്നു. അതിനാൽ അവർ പലപ്പോഴും കറുത്ത വർഗ്ഗക്കാർക്ക് കുറച്ചുകൂടി കാത്തിരിക്കൂ എന്ന് പറയുന്നു. ഈ സമീപനം പുരോഗതിയെ വൈകിപ്പിക്കുകയും അനീതിയെ തുടരുകയും ചെയ്യുന്നു. King also addresses criticism that he is an extremist. At first he felt disappointed by this label, but later he realized that many great leaders in history were also called extremists because they strongly supported justice and truth. He explained that if being an extremist means showing deep commitment to love, justice and equality, then such extremism is positive and necessary for social change. പിന്നീട് കത്തിൽ പറയുന്നത് ചില ആളുകൾ കിങ്ങിനെ എക്സ്ട്രീമിസ്റ്റ്, അത്യാഗ്രഹവാദി എന്ന് വിളിച്ചതിനെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചതിനെ കുറിച്ചിട്ടൊക്കെയാണ്. ആദ്യം എക്സ്ട്രീമിസ്റ്റ് എന്ന് വിളിച്ച സമയത്ത് വിഷമമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ചരിത്രത്തിൽ നീതിക്കും സത്യത്തിനു വേണ്ടി പോരാടിയ പല മഹാന്മാരും അത്യാഗ്രഹവാദികളായി വിളിക്കപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സ്നേഹത്തിനും നീതിക്കും വേണ്ടി അത്യന്തം പ്രതിബദ്ധത കാണിക്കുന്നതിൽ തെറ്റില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. In the letter, King also described two opposite reactions among Black Americans. Some people have become so discouraged by discrimination that they have lost hope and accepted their situation. Others feel deep anger and hatred toward white society and support violent resistance. King believes that nonviolent protests offer a better path because it allows people to fight injustice without hatred or revenge. പിന്നീട് ഈ കത്തിൽ കിങ് പറയുന്നത് കറുത്ത വർഗ്ഗക്കാരുടെ രണ്ട് വ്യത്യസ്ത പ്രതികരണങ്ങളെയും വിശദീകരിക്കുന്നുണ്ട്. ചിലർ നിരാശ കൊണ്ട് അനീതിയെ അംഗീകരിച്ച് നിശബ്ദരായിട്ട് മാറിയിരിക്കുന്നു. മറ്റു ചിലർ അത്യധികം ദേഷ്യവും വെറുപ്പും പ്രകടിപ്പിച്ച് അക്രമത്തെ പിന്തുണക്കുന്നു. ഈ രണ്ട് അതിരുകളുടെയും ഇടയിൽ നിൽക്കുന്ന ശരിയായ മാർഗം സമാധാനപരമായ സമരമാണെന്ന് കിങ് വിശ്വസിക്കുന്നു. As a Christian minister, King expected strong support from churches and religious leaders, but many of them remained silent or criticized the civil rights movement. This deeply disappointed him. He explained that the early Christian church played a powerful role in the transforming society and promoting justice. However, he believes that the modern church often fails to challenge injustice and instead simply reflects the opinions of society. പിന്നീട് അദ്ദേഹം പറയുന്നത് ഒരു ക്രിസ്ത്യൻ പാസ്റ്ററായിരുന്ന കിങ്ങിന് സഭയിൽ നിന്ന് ശക്തമായ പിന്തുണ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പല സഭകളും നേതാക്കളും മൗനം പാലിക്കുകയോ സമരത്തെ വിമർശിക്കുകയോ ചെയ്തതിൽ അദ്ദേഹം നിരാശപ്പെട്ടു. ആദ്യകാല ക്രിസ്ത്യൻ സഭ സമൂഹത്തെ മാറ്റി ശക്തമായ ശക്തിയായിരുന്നു. എന്നാൽ ഇന്നത്തെ സഭ സമൂഹത്തെ മാറ്റുന്നതിന് പകരം സമൂഹത്തിൻ്റെ അഭിപ്രായം മാത്രം പ്രതിഫലിപ്പിക്കുന്ന നിലയിലാണെന്ന് അദ്ദേഹം പറയുന്നു. Despite these disappointments, King ends the letter with hope and optimism. He believes that the struggle for freedom will eventually succeed because it is based on justice and moral truth. He praises the courage of ordinary people, including students and elderly individuals who participated in peaceful protest and were willing to suffer for their beliefs. According to King,
Their courage represents the true spirit of democracy and the highest ideals of America. അപ്പോൾ പിന്നീട് ഈ കത്തിൽ പറയുന്നത് എല്ലാ കാര്യങ്ങളും നിരാശയിലായിട്ടും കത്തിൻ്റെ അവസാനം കിങ് ഹോപ്പിൽ പ്രത്യാശയോടെയാണ് അവസാനിപ്പിക്കുന്നത്. നീതിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സമരം ഒടുവിൽ വിജയിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സമാധാനപരമായ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും വയോധികരും സാധാരണക്കാരുടെ ധൈര്യത്തെ അദ്ദേഹം പ്രശംസിക്കുന്നു. അവരുടെ ധൈര്യം അമേരിക്കയുടെ മികച്ച ജനാധിപത്യ മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. In the final part of the lecture, King expresses humility and understanding. He apologizes for the length of his lecture and explained that being in a jail cell gave him time to think and write. He hopes that people will understand his reasons and join the struggle for justice. The letter ends with a message of hope, brotherhood, and faith that one day racial discrimination will end and people of all races will live together in equality and peace. അപ്പോൾ ഈ കത്ത് അവസാനിപ്പിക്കുന്ന സമയത്ത് കിങ് വളരെ വിനയത്തോടെ സംസാരിക്കുന്നുണ്ട്. കത്ത് വളരെ നീണ്ടുപോയതിൽ അദ്ദേഹം ക്ഷമ ചോദിക്കുന്നു. ജയിലിലെ ഏകാന്തതയാണ് ഇത്രയും എഴുതാൻ കാരണമായതെന്ന് അദ്ദേഹം പറയുന്നു. എല്ലാവരും പരസ്പരം മനസ്സിലാക്കി സമാധാനത്തിനും സഹോദര്യത്തിനുമായി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശിക്കുന്നു. ഒരു നിരാശയാണെങ്കിലും ഒരു ഹോപ്പിലാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. അവസാനം ഒരു ദിവസം വർഗീയ വിവേചനം ഇല്ലാതായി എല്ലാ മനുഷ്യരും സമത്വത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന സമൂഹം ഉണ്ടാകുമെന്ന ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷയോടെ, ഒരു വിശ്വാസത്തോടെയാണ് അദ്ദേഹം കത്ത് അവസാനിപ്പിക്കുന്നത്.